ഭക്ഷണമായി കാകനന്റെ അരികിൽ വരും. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ ഭക്ഷണമായി കാകനന്റെ അരികിൽ വരും. അപ്പവും ഇറച്ചിവ കാലത്തിൽ തരും ജീവ. അവയിൻ തോടെനിക്ക് ദാഹം തീർത്തിടും. അപ്പവും ഇറച്ചിവ കാലത്തിൽ തരും ജീവ. അവയിൻ തോടെനിക്ക് ദാഹം തീർത്തിടും. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോ. എനിക്കായി കരുതുവാൻ ഈ കത്തിയിലില്ലേ ഒന്നും. ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഈ കത്തിയിലില്ലേ ഒന്നും. ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവകൃപയാൽ നമുക്ക് വീണ്ടും കർത്താവിന്റെ പദപീഠത്തിൽ മുട്ടുകളെ മടക്കുവാനും പ്രാർത്ഥിക്കാനും വചനം ചിന്തിക്കാനും എല്ലാം ദൈവം നമുക്ക് കൃപ തന്നു. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മോവാബ്യ സ്ത്രീകളായ 2 പേര് ഒരു യഹൂദന്റെ ഭവനത്തിൽ വിവാഹബന്ധത്തിൽ കടന്നു വന്ന് ജീവിതം ആരംഭിച്ചു. എന്നാൽ തുടർന്ന് അധികകാലം അവർക്ക് അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല. കുടുംബനാഥൻ മരിച്ചു. പിന്നീട് 2 ആൺമക്കളുണ്ടായിരുന്നു. അതിലൊരാൾ മരിച്ചു. തീർന്നില്ല, വേറെ താമസിക്കാതെ അടുത്തയാളും മരിച്ചു. ഇന്ന് ആ ഭവനത്തിൽ 3 വിധവമാരാണ്: നവോമി, ഓർപ്പ, രൂത്ത്. ഈ സമയം അവര് താന്താങ്ങളുടെ ഭവനത്തിലേക്ക് പോകേണ്ടതായിരുന്നു. എന്നാൽ അവർ പോയില്ല. അവർ പോകാതെ ആ ഭവനത്തിൽ തന്നെ നിന്നു. അവരുടെ കുടുംബ ബന്ധം അത്ര ശക്തമായിരുന്നുവെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാൽ വേറെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം 3 സ്ത്രീകൾ മാത്രമേ ഉള്ളുവെങ്കിലും ഏറ്റവും സന്തോഷത്തോടു കൂടിയുള്ള ജീവിതമായി അവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത വന്നു. ഇസ്രായേലിൽ ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടായി. അവിടെ മഴയും മഞ്ഞും പെയ്തു. അവിടുത്തെ ക്ഷാമമൊക്കെ മാറി, നന്നായിട്ട് വിളഞ്ഞു. എല്ലാവർക്കും ധാരാളം ജീവിക്കാനുള്ളതെല്ലാം ആയി എന്നുള്ള വാർത്ത വന്നു. നവോമി ഇനിയും അവിടെ നിന്നിട്ട് പ്രയോജനമില്ല എന്ന് നിശ്ചയിച്ച് താൻ വിട്ടുപോന്ന ആ സ്ഥലത്തേക്ക് മടങ്ങാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ ഈ പെൺകുട്ടികളെ എന്ത് ചെയ്യും? തന്നോട് കൂടെ വന്നിട്ട് കാര്യമില്ല. കാരണം അവര് പ്രായപൂർത്തി ആയി വാർദ്ധക്യത്തിലേക്ക് കടത്താത്ത 2 സ്ത്രീകളാണ്. അവർക്കിപ്പോഴും ഭാവിയുണ്ട്. അവർക്കിപ്പോഴും ഒരു ജീവിതമുണ്ട്. അവർക്ക് ഒരു വിവാഹം നടത്തിയാൽ അവർ ഭർത്താവും കുട്ടികളുമായി ജീവിക്കാനുള്ള സാഹചര്യം ഇന്നും അവർക്കുണ്ട്. ഞാൻ അവരെയും കൊണ്ട് പോയാൽ അത് ഒരു പ്രയോജനമായി തീരുകയില്ല. മാത്രമല്ല, പരിചയമില്ലാത്തൊരു ദേശത്തേക്കും അവരുടെ സ്വദേശം വിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കും പോകേണ്ട കാര്യമില്ല എന്ന് നിശ്ചയിച്ച് അവരെ 2 പേരെയും വിളിച്ചു. കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഞാൻ പോവുകയാണ്, മടങ്ങുകയാണ്. നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ പിതൃഭവനത്തിലേക്ക് പോയിക്കൊള്ളുക. നിങ്ങൾക്കൊരു വിവാഹം നടക്കും. ആ തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചു കൊള്ളുക. നിങ്ങൾക്ക് എനിക്ക് ചെയ്തതിന് പകരം ദൈവം നിങ്ങൾക്ക് നന്മ ചെയ്യട്ടെ. അപ്പൊ അവർ തമ്മിലുള്ള ബന്ധവും അവിടെയും വീണ്ടും കാണുകയാണ്.
ഇത് കേട്ടപ്പോൾ അവര് സങ്കടം കൊണ്ട് കരഞ്ഞു. അപ്പോ അമ്മാവിമ്മ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മക്കളെ, നിങ്ങൾ എന്റെ കൂടെ പോന്നാൽ നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാനുള്ള പുരുഷന്മാർ എന്റെ കയ്യിലില്ല. ഇനി എനിക്ക് മക്കളുണ്ടായിട്ട് അത് സാധിക്കുകയില്ല. ദൈവം എനിക്ക് ഇങ്ങനെ വരുത്തി. നിങ്ങൾ പോയി നിങ്ങൾ കുടുംബമായിട്ട് ജീവിക്കാം. കാരണം നിങ്ങളുടെ സ്വദേശമാണ്. നിങ്ങൾക്കൊരു പുരുഷനെ കിട്ടാതിരിക്കില്ല. സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യാം. ഒടുവിൽ ഓർപ്പ അമ്മാവിയമ്മയെ പൊട്ടിക്കരഞ്ഞ് അമ്മാവിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. എന്നാൽ രൂത്ത് പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല. നിന്റെ ജനം ഏതാകുന്നു അതാണ് എന്റെ ജനം. മോവാബ് ദേശത്തെ ജനമല്ല എന്റെ ജനം. നിന്റെ ജനം ഏതോ അതാണ് എന്റെ ജനം. നിന്റെ ദൈവമാണ് എന്റെ ദൈവം. നീ എവിടെ മരിക്കുന്നു അവിടെ ഞാനും മരിച്ചിടക്കുന്നു. മരണത്തല്ലാതെ നമ്മെ തമ്മിൽ വേർതിരിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്നൊരു തീരുമാനം അവൾ അവിടെ പറഞ്ഞു. അത് പറഞ്ഞതോടുകൂടി അമ്മാവിമ്മയ്ക്ക് പിന്നെ ഒന്നും സംസാരിക്കാനില്ലാതെ അമ്മാവിമ്മ പറഞ്ഞു, നിന്റെ സഹോദരി അവരുടെ സ്വദേശത്തേക്ക് പോയി, ഇനി നീയായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. അവൾ സമ്മതിച്ചില്ല. അങ്ങനെ ഓർപ്പ സ്വദേശത്തേക്ക് പോയി. രൂത്ത് അമ്മാവിയോട് പറ്റി നിന്നു. എന്താ എങ്കിൽ പോകാം. അങ്ങനെ അവര് യാത്ര ആരംഭിക്കുക. അങ്ങനെ യാത്ര ആരംഭിച്ച് അവർ നടന്ന് ബേത്ലഹേമോളം ചെന്നു. ഇസ്രായേൽ ചെന്ന് അകലെ നിന്ന് കണ്ടപ്പോഴേ തന്നെ നവോമിയെ കണ്ട്, അവിടെ കൊയ്ത്ത് കിടക്കുന്ന കാലമാണ്. എല്ലാവരും ഇതാര നവോമിയോ? കാരണം മുൻപ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ യഹൂദ ഗോത്രത്തിലുള്ള ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതമാണ്. അവിടെ നിന്ന് നവോമിയോ എന്ന് വിളിച്ചപ്പോൾ നവോമി പറഞ്ഞു, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്തിനാണ്? നവോമി എന്ന് പറഞ്ഞാൽ മധുരം എന്നർത്ഥം. മാറായി എന്ന് വിളിക്കും. കയ്പാണ്. എൻ്റെ ജീവിതം കയ്പാണ്. എൻ്റെ ദൈവം എനിക്ക് വരുത്തിയിരിക്കുന്നത് അതാണ്. അങ്ങനെ എൻ്റെ ജീവിതം അത്രയും കയ്പായിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കേണ്ട, നിങ്ങൾ എന്നെ മാറായി എന്ന് വിളിക്കും. അങ്ങനെ അവർ നടന്ന് ചെന്ന് ബേത്ലഹേമിൽ ഒരു ജീവിതം ആരംഭിച്ചു. 2 സ്ത്രീകൾ മാത്രം. അവിടെ നിന്ന് ഉപജീവനത്തിന് വേണ്ടിയിട്ട് രൂത്ത് പറഞ്ഞു, ഞാൻ കറ്റകളുടെ ഇടയിൽ നിന്ന് പെറുക്കാൻ പോകാം. ഇസ്രായേലിൽ ഒരു നിയമമുണ്ട്. ഇസ്രായേലിനോട് ദൈവത്തിന്റെ കൽപ്പനയുണ്ട്, നിങ്ങൾ കൊയ്യുമ്പോൾ വയലിലെ അരികും മൂലയും തീർത്തു കൊയ്യരുത്. അതുപോലെ തന്നെ കാല പെറുക്കരുത്. അവിടെ വീഴുന്ന ചെറിയ ചെറിയ കതിരുകൾ അത് പെറുക്കരുത്. ധാരാളം ദരിദ്രരവിടെയുണ്ട്, മുട്ടുള്ളവരവിടെയുണ്ട്, പ്രയാസമുള്ളവരുണ്ട്. അവരൊക്കെ വന്ന് പെറുക്കിക്കോട്ടെ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ വയല് കണ്ടാലറിയാം. ഒരു സാക്ഷാൽ ഇസ്രായേലിന്റെ വയല് കണ്ടു കഴിഞ്ഞാൽ അരികിലും മൂലയ്ക്കൊക്കെ കതിരുകൾ നിൽക്കുന്നതും ഇടയ്ക്കിടയ്ക്കൊക്കെ കതിരിന്റെ കഷ്ണങ്ങൾ വീണ് കിടക്കുന്നതും കാണാം. ഞാൻ അത് ചെന്ന് പെറുക്കി കൊണ്ടുവരാം. കാരണം നമുക്ക് ജീവിക്കണ്ടേ, നമുക്ക് ജീവിക്കണം. കാരണം നമുക്ക് കൃഷിയില്ല, നമുക്ക് വിതയില്ല, നമുക്ക് കൊയ്ത്തില്ല. അപ്പൊ നമ്മൾ ഇത് ജീവിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കഷ്ടപ്പാട് സഹിക്കാതെ പറ്റില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മായിയമ്മ സമ്മതിച്ചു, നീ പോകാം. അങ്ങനെ ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് കൊയ്ത്ത് നടക്കുക. ആ കൊയ്ത്തിന്റെ പിന്നാലെ അവര് കൊയ്യും, ചുരുട്ട് കൂട്ടിക്കെട്ടും, അത് എടുത്തുകൊണ്ട് പോകും. പിന്നാലെ രൂത്തും പോകും. അങ്ങനെ അവള് പെറുക്കി, അവിടെ നിന്ന് പെറുക്കി അവൾക്ക് വീട്ടിൽ ഉപജീവനത്തിനുള്ളത്, 2 സ്ത്രീകൾക്കുള്ള ഉപജീവനത്തിനുള്ളതും കിട്ടി. ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. അന്ന് സന്തോഷം. നീ എവിടെയാ പോയത്? നീ
ഞാൻ ബോവസ് എന്ന് പറയുന്ന ഒരാളുടെ വയലിലാണ് പോയത്. അടുത്ത ദിവസം അവിടെ ചെന്നപ്പോ ബോവസ് അവളെ യദൃശ്യമായിട്ട് കാണാനിടയായി തീർന്നു. ഈ സ്ത്രീ ആരാണ്? അപ്പൊ കൊയ്ത്തിന്റെ മേലാളൻ ഇപ്രകാരം പറഞ്ഞു, അവള് മോവാബി സ്ത്രീയായ രൂത്താണ്. അമ്മയോടുകൂടി മോവാബ് ദേശത്തു നിന്ന് ഇവിടെ വന്നതാണ്. നമ്മുടെ എലീമേലെക്കിന്റെ മകന്റെ ഭാര്യയാണ്. എലീമേലെക്കിന് 2 ആൺമക്കൾ മരിച്ചുപോയി. ഇവളും മറ്റൊരുത്തി ഉണ്ടായിരുന്നുള്ളൂ. അവള് പോയി. ഇവള് മാത്രമുണ്ട്. ഇവിടെ വന്നത് പെറുക്കിക്കോട്ടെ എന്ന് എന്നോട് ചോദിച്ചു. പെറുക്കിക്കോളാൻ പറഞ്ഞു. അവള് പെറുക്കി. അല്പം പോലും വിശ്രമമില്ലാതെ ഉത്സാഹത്തോടുകൂടി പെറുക്കി. ഇത്രയും കേട്ടപ്പോൾ അതിനു മുൻപ് ഈ സ്ത്രീയെക്കുറിച്ച് ബോവസ് കേട്ടിട്ടുണ്ട്. ബോവസ് അവളെ വിളിച്ചു, കേട്ടോ മോളെ, നീ പെറുക്കാൻ വേറൊരു വയലിൽ പോകണ്ട. വേറൊരു വയലിൽ നീ പോകണ്ട. ഇവിടെ തന്നെ എന്റെ ബാല്യക്കാരോട് ചേർന്ന് അവരോട് ചേർന്ന് പെറുകിയോ. ആരും യൗവനക്കാർ നിന്നെ ഉപദ്രവിക്കരുതെന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ അവരോട് ചേർന്ന് നീ കഴിച്ചുകൊള്ളു മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ ഒരിക്കലും പെറുക്കുന്നവരോട് ഇങ്ങനെയുള്ള ഔദാര്യം ഒന്നും ആരും കാണിക്കാറില്ല. ഇത് കേട്ടപ്പോൾ രൂത്ത് ചോദിച്ചു, നിനക്ക് ഞാൻ അന്യദേശക്കാരത്തിയായിരിക്കെ നിനക്ക് എന്നോട് ഇങ്ങനെ കരുണ തോന്നാൻ കാരണം എന്താ? അപ്പൊ കരുണ തോന്നാനായിട്ട് കാരണമാണ് അവൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബോവസ് പറഞ്ഞു, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം നീ അമ്മാവിയമ്മയ്ക്ക് ചെയ്തതും ഒന്ന്. രണ്ടാമത്തത്, നീ നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് നീ അറിയാത്ത മറ്റൊരു ദേശത്തേക്ക് വന്നിരിക്കുന്നതും ദൈവം അവിടെ ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ഭാഗം പഠിക്കുന്നത് അപ്പനും അമ്മയും ഭർത്താവ് മരിച്ചതിന് ശേഷം അമ്മായിയമ്മയ്ക്ക് ചെയ്തത്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മായിയമ്മയ്ക്ക് ചെയ്തതിന്റെ കാര്യം എന്താ? ഭർത്താവിന് ചെയ്യണം, കുടുംബത്തിന് ചെയ്യണം. പക്ഷെ അമ്മായിയമ്മയ്ക്ക് ചെയ്യേണ്ട കാര്യം എന്താ? അതാ അവളുടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ 2 പേരും ചെയ്തതാണ്. ആരൊക്കെ? ഓർപ്പയും ചെയ്തതാണ്, രൂത്തും ചെയ്തതാണ്. പക്ഷെ ഓർപ്പ ആ ചെയ്തതിന് ശേഷം സ്വദേശത്തേക്ക് മടങ്ങി. ഇത് രണ്ടാമത്തെ കാര്യമാണ്. ഈ ഇങ്ങനെ ചെയ്തതും അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് നീ അറിയാത്ത ദേശത്തേക്ക് വന്നത്, അത് ഓർപ്പ ചെയ്തില്ല. അവിടെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം മാനിക്കുന്ന മാനം. ഒരു മനുഷ്യൻ എത്രമാത്രം അവന്റെ സ്വദേശത്തോട് പറ്റിയിരിക്കുന്നു എന്നുള്ളത് അവന്റെ ജീവിതം ദൈവത്തിന്റെ വചനത്തിൽ കൂടി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 45-ാം സങ്കീർത്തനം പറയുന്നു, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായിക്കുക. നിന്റെ പിതൃഭവനത്തെയും സ്വജനത്തെയും മറക്കാം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ഒരു മനുഷ്യന്റെ യഥാർത്ഥ സൗന്ദര്യം അറിയണമെങ്കിൽ, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ സൗന്ദര്യം വെളിപ്പെടണമെങ്കിൽ അവൻ മറക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം പിതൃ പാരമ്പര്യം അവന്റെ പിതാക്കന്മാർ വഴി അവന് കിട്ടിയത്, അത് അവനിൽ നിന്ന് പോയാൽ അവൻ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ. ഇവിടെ നമ്മൾ ഓരോ വ്യക്തികളെ കുറിച്ചും നമ്മൾ പഠിക്കാം. നമ്മൾ യൂട്യൂബിൽ നിന്നും പേപ്പറുകളിലും ലോക ചരിത്രത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിക്കും. എന്താണ് എത്ര കൊള്ളരുതാത്ത വിശ്വാസമാണെങ്കിലും, എത്ര കൊള്ളരുതാത്ത മതമാണെങ്കിലും, ആ കുടുംബത്തിൽ ജനിച്ചെങ്കിൽ അവിടെ ജനിച്ചു വളരുമ്പോൾ ആ മകൻ അല്ലെങ്കിൽ ആ മകള് ആ വിശ്വാസത്തിന് വേണ്ടിയിട്ട് മരിക്കുക എന്നാൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? സത്യമാണോ? ഇതൊന്നും നോട്ടില്ല. അതിനു വേണ്ടി മരിക്കുക. അപ്പോ എല്ലാ മനുഷ്യർക്കും
പിതൃപാരമ്പര്യം എന്ന് പറയുന്നത് അത് രക്തത്തിൽ കിടക്കുന്ന കാര്യമാണ്. അതൊരിക്കലും സാധാരണ ഒരു മനുഷ്യന് മാറ്റാൻ സാധിക്കില്ല. അവിടെയാണ് വചനം പറയുന്നത്, അത് മാറിപ്പോകണമെങ്കിൽ വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങൾ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടത്രേ. ആ രക്തത്തിന്റെ പ്രവർത്തനത്താൽ അല്ലാതെ ഇത് സാധിക്കില്ല. നീ വിടൂല. അപ്പൻ എത്ര വളരാത്തവനാണെങ്കിലും, കുടുംബം എത്ര ദോഷമാണെങ്കിലും ആ പക്ഷം നിൽക്കും. ആരെങ്കിലും എഴുന്നേറ്റെന്ന് പറയോ, എന്റെ തലമുറ ശരിയല്ല, എന്റെ കുടുംബം ശരിയല്ല എന്ന് പറയോ? പറയില്ല. പറയുന്നവരുണ്ട്. ആര് പറയും? സൈന്യങ്ങളെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. ആരാ പറഞ്ഞാരാ? കോരഹിന്റെ മക്കളാ. വീട്ടിലെന്താ നടക്കുന്നേ? അവിടെ വീട്ടിൽ നടക്കുന്നത് അപ്പനും അതുപോലെ തന്നെ കൂടെയുള്ളവരും വലിയൊരു കൂട്ടം പാതാളത്തിലേക്ക് ഭൂമി പിളർന്ന് ഇറങ്ങി 6 ചതുരശ്ര കിലോമീറ്ററിൽ അവരെ നിലവിളി മുഴുവൻ കേൾക്കാം. അത്ര ഭയങ്കര ശബ്ദമാണ് അവിടെ. അത്ര വലിയ നിലവിളിയാണ് വീട്ടിൽ നടക്കുന്നത്. കർത്താവ് സ്വതന്ത്രം. എന്റെ അപ്പൻ ആണ്, എന്റെ അമ്മയാണ്, എന്റെ വേണ്ടപ്പെട്ടവരാണ്. ഒന്നുമില്ല. അവര് ചെയ്തതിന്റെ അവർക്ക്. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കത്തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ കഴിവുള്ളവനാണ് എന്റെ ദൈവം. എനിക്ക് എപ്പോഴും എന്റെ കാഴ്ചയിൽ സൈന്യങ്ങളെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. ആ മനോഹരത കാരണം അവൻ അനീതി ചെയ്യുന്നവനല്ല, അവൻ നീതി മാത്രം ചെയ്യുന്നവനാണ്. എന്റെ മേൽ തലമുറ വരില്ല, എന്റെ മേൽ ഒരിക്കലും തലമുറ വരില്ല. അത്രയും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനപ്രകാരം ഏറ്റവും ദുഷ്ടത ചെയ്യുന്ന മനുഷ്യർക്കാണ് അങ്ങനെ ഒരു ശിക്ഷ വിധിക്കുന്നത്. അങ്ങനെയുള്ള ശിക്ഷയിലേക്ക് പോയപ്പോൾ മക്കൾ ദൈവത്തെ സ്തുതിച്ച് പിന്നെ കർത്താരദാസന്മാരായി തീർന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് അവർക്ക് ഈ തലമുറയുടെ ബാധ്യതയില്ല, അവരെ തലമുറ ബാധിക്കുന്നില്ല. പിതാക്കന്മാരുടെ അകൃത്യം 3ാമത്തെയും 4ാമത്തെയും തലമുറ വരെ സന്ദർശിക്കുന്നവൻ ഇവന്റെ കോരഹിന്റെ സ്വഭാവത്താൽ ഉണ്ടായ ദുഷ്ടത മക്കളെ ബാധിക്കുന്നില്ല, അവൻ ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം എന്തറിയാവോ? കാരണം പിതൃ പാരമ്പര്യം അവരുടെ ജീവിതത്തിൽ ഇല്ല. അവരെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും കോരഹിന്റെ മക്കളാന്ന് പറയില്ല. കാരണം എന്തറിയാമോ? പിതൃഭവത്തെയും സ്വജനത്തെയും മറക്കുമ്പോൾ, അത് ഗണ്യമാക്കാതിരിക്കുമ്പോൾ അവന് ദൈവം ലോകസ്ഥാനത്തിന്മേൽ കണ്ടിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട്. അത് വെളിപ്പെട്ട് വരണമെങ്കിൽ അത് മായ്ക്കണം. ഇതാണ് ഇന്ന് കർത്താവ് തന്റെ സഭയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സഭയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിയുടെ ആഴമാണ് അവിടെ നാം കാണുന്നത്. സകല പിൻ തലമുറയുടെയും മറന്നു കഴിയുമ്പോൾ അപ്പോൾ രാജാവിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ദൈവം പോലും വചനം പറയുന്നത് പിതൃ പാരമ്പര്യം ഒരു മനുഷ്യനെ ബാധിക്കുന്നില്ല എങ്കിൽ ദൈവം പോലും, കർത്താവ് പോലും അവന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവന്റെ മുഖത്ത് നോക്കിപ്പോകും. കാരണം എന്താ? എന്റെ പ്രിയെ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, എന്റെ പ്രിയെ, ഞാൻ നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. കർത്താവ് സ്വതന്ത്രം. നിന്റെ മുഖം കാണാൻ ഭംഗിയുള്ളതും സ്വരം കേൾക്കാൻ ഇമ്പമുള്ളതുമാകുന്നു. കാരണം അവൻ യാതൊരു പിതൃ തലമുറയിലെയും പാരമ്പര്യം വഹിക്കുന്നവനല്ല. അങ്ങനെ ഒരു രൂപം അവന്റെ മുഖത്തില്ല. എന്നാൽ മറിച്ചോ വചനം പറയുന്നത് ഓരോരുത്തൻ താത്താന്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചേരും, അവർ ഒരു നാളും വിളിച്ചും കാണില്ല. അങ്ങനെ പോകുന്ന മത്സരമുള്ള ജനത്തിന്റെ, ദുഷ്ടതയുള്ള ജനത്തിന്റെ പാരമ്പര്യമായി അനേകർ പോയിക്കൊണ്ടിരിക്കെ കർത്താവിന്റെ വചനം പറയുന്നത്, നീ മോവാബ് ദേശത്ത് നിന്ന് വിട്ടുപോരാനും അപ്പനെയും അമ്മയെയും വിട്ടുപോരാനും നിനക്കൊരു മടിയുണ്ടായില്ല. നീ അമ്മാവിമ്മയോട് കൂടി നീ വന്നത് എങ്ങോട്ടാ? അടുത്ത ഭാഗം. ഇതെല്ലാം വിട്ടത് എങ്ങോട്ടാ? ഇതെല്ലാം വിട്ട് വേറെ എങ്ങോട്ടും അല്ല, പിന്നെ എങ്ങോട്ടാ വന്നേ? യഹോവയായ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. കർത്താവ് സ്തോത്രം. ഈ ഭൂമിയിൽ
രണ്ട് നിഴലാണ്. നമ്മൾ ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിഴല് കാണാം. ആ നിഴൽ ആദ്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആഞ്ഞിലിയുടെ നിഴല്, ഇപ്പുറത്ത് നിൽക്കുന്ന തെങ്ങിന്റെ നിഴല്, അവിടെ നിൽക്കുന്ന വീടിന്റെ നിഴല്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നിഴലാ. പക്ഷേ ആത്മീയ ദൃഷ്ടി നോക്കിയാൽ ഇവിടെ രണ്ട് നിഴലാ. ഒന്ന് ഏതാ? ഒന്ന് 91 സങ്കീർത്തനം പറയുന്നത് സർവശക്തന്റെ നിഴൽ. രണ്ടാമത്തത് മരണനിഴൽ. രണ്ട് നിഴലേ ഉള്ളൂ. ഈ രണ്ട് നിഴലിൽ മോവാബിലുള്ളത് മരണനിഴലാണ്, ഇസ്രായേലിലുള്ളത് സർവശക്തന്റെ നിഴലാണ്. അപ്പൊ ഈ രണ്ട് നിഴലാ കിടക്കുന്നത്. രൂത്ത് അവിടെ നിന്ന് നോക്കിയപ്പോൾ താൻ ആയിരിക്കുന്നത് എത്ര പറഞ്ഞാലും എന്റെ അപ്പനും അമ്മയും പിതൃപാരമ്പര്യവും എല്ലാം മരണനിഴലിലാണ്. ഞാനും അതിനോട് കൂടി നശിക്കേണ്ട കാര്യമില്ല. എനിക്ക് കർത്താവ് ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. എന്ത്? സർവശക്തന്റെ നിഴൽ, സ്വർഗീയ നിഴൽ കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് എവിടെയും എങ്ങനെയും അവിടെ എത്തണം എന്നുള്ള ആശയിലാണ് അവൾ പുറപ്പെട്ടു വന്നത്. അവളുടെ ഹൃദയത്തിലെ ആശ നോക്കുകയാണ്. ഇവിടെയാണ് രൂത്തും ഓർഫയും തമ്മിലുള്ള വ്യത്യാസം. ഓർഫയുടെ ഉള്ളിൽ ആരാണ്? ഓർഫയുടെ ഉള്ളിൽ അവൾ തന്റെ സ്വന്തം ദേവന്റെ അടുക്കിലേക്ക് പോയി. രൂത്ത് ജീവന്റെ സർവശക്തനായ ദൈവത്തിന്റെ നിഴലിലേക്കും പോയി. ഈ രണ്ടും കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. അതാണ് ദൈവത്തെ കണ്ട് എത്ര നേരം ആയിരുന്നാലും 30, 40, 50 വർഷമൊക്കെ വിശ്വാസത്തിലായിരുന്നിട്ടും ഇന്നും ആ നിഴൽ കണ്ടെത്താതെ അവരുടെ ഉള്ളിൽ ഇപ്പോഴും പഴയത് ഉള്ളവരുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവർ വിട്ടുപോകുന്നതിന് ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ, അത് അവർ മടങ്ങിപ്പോകും. ഇന്നല്ലെങ്കിൽ നാളെ അവർ മടങ്ങിപ്പോകും. എന്നാൽ ഈ നിഴൽ കണ്ടെത്തിയവർ, ഏത് നിഴൽ? സർവശക്തന്റെ നിഴൽ കണ്ടെത്തിയവർ ഒരിക്കലും പോകില്ല. കാരണം ആ നിഴലിൽ അവരെത്തുന്നത് വരെയും അവർ തങ്ങളുടെ ജീവനെ പോലും ഗണ്യമാക്കാതെ അവർ യാത്ര ചെയ്തിരിക്കും, അവർ പ്രവർത്തിച്ചിരിക്കും, അവർ പിന്തുടർന്നിരിക്കും. ദൈവം അവരെ ആ നിഴലിൽ എത്തിക്കുകയും ചെയ്യും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് ചേർത്ത് കൊള്ളപ്പെടുകയും ചെയ്യും. കർത്താവ് സ്തോത്രം. അവിടെ ബോസ് പറയുകയാണ്, നീ ഒന്നാം ഘട്ടം ഭർത്താവ് മരിച്ചതിന് ശേഷം നിന്റെ അമ്മാവിയമ്മയ്ക്ക് ഇത് ചെയ്തത് ഞാൻ കേട്ടു. രണ്ടാമത്തത്, അപ്പനെയും അമ്മയെയും വിട്ട് നീ സ്വദേശത്തേക്ക് വന്നത്, ഇങ്ങനെ ഒരു അറിയാത്ത ദേശത്തേക്ക് വന്നത് ഞാൻ കേട്ടു. മൂന്നാമത്തത്, നീ വന്നത് എവിടെയാണെന്നറിയാമോ? നീ വന്നത് ഭക്ഷണം കഴിക്കാൻ വന്നതല്ല, പണത്തിന് വന്നതല്ല, മോളിയോട് ജീവിക്കാൻ വന്നതല്ല. പിന്നെയോ, ഇവിടെ ജീവന്റെ നിഴലുണ്ട്, സർവശക്തനായ ദൈവത്തിന്റെ നിഴലുണ്ട്. മോവാബിലുള്ള മരണ നിഴലാണ്. ഈ നിഴൽ നിന്റെ വിശ്വാസത്താൽ നീ കണ്ട് അതിലേക്കാണ് യാത്ര ചെയ്തോടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നിനക്ക് പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ചിന്തിക്കേണ്ട സമയമാണ്. ഉപവാസത്തിൽ ചിന്തിക്കേണ്ട സമയമാണ്. ദൈവത്തിന്റെ സന്നിധി ഇന്നും വിശ്വാസികളുടെ ഇടയിൽ കണ്ടെത്താത്ത ഒരു കാര്യമാണ് സർവശക്തന്റെ നിഴൽ. ഇന്ന് ഈ നിഴലിൽ ആയിരിക്കുന്നവർ മാത്രമാണ്, നിഴലിൽ ആയിരിക്കുന്നവർ മാത്രമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്നത് എന്ന് ഓർത്തുകൊള്ളണം. കാരണം മരണ നിഴലിലുള്ളവരെല്ലാം ഒരു നിമിഷം കൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഈ നിഴലിൽ എത്തിച്ചേർന്നവർ അവർ നിഴൽ അവസാനിക്കുന്ന ഒരു സമയമുണ്ട്. ഒരിക്കൽ ഒരു സ്ഥലത്ത് സർവേ നടക്കുമ്പോൾ ആ സർവേയറും ഓഫീസറും വന്ന് അവിടെ ഇരിക്കുക. അവിടെ നിന്ന് ടേപ്പ് പിടിക്കാനും കടലാസ് എഴുതാനും അതിനോട് ചില അവരുടെ കൂട്ടുകക്ഷികളെല്ലാം ഉണ്ട്. അങ്ങനെ 8-10 പേരുണ്ട് അവിടെ. ഈ ഓഫീസർ പറഞ്ഞ്, ഇവിടെ മുഴുവൻ ഭയങ്കര വെയിലാണല്ലോ. അപ്പോ അവിടെ ഒരാൾ പറഞ്ഞു, സാറേ ഞങ്ങളത് അവിടെ കസേര ഇടാം, അവിടെ ആ നിൽക്കുന്ന മരത്തിന്റെ തണലുണ്ട്. ആ മുളകിൽ അവിടെ കൊണ്ടുപോയി കസേര ഇട്ടു. ചുറ്റും ആളുകൾ നിന്ന് അളവ് തുടങ്ങി. അളവ് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും തലയിൽ വെയിൽ കൊള്ളാൻ തുടങ്ങി. ഒരു 10 മണിയായപ്പോഴത്തേക്കും തലയിൽ ശരിക്കും വെയിൽ കൊള്ളാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ വെയിലായല്ലോ. കാരണം നിഴല് മാറി. അവര് വീണ്ടും ആ കസേര എടുത്ത് ആ മാറിയ സ്ഥലത്തേക്ക് നിഴലിൽ കൊണ്ടുപോയിട്ടു. വീണ്ടും അളവ് നടക്കുക. അങ്ങനെ വീണ്ടും ഒരു നീക്കോടെ നടന്നു. വീണ്ടും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും 11 മണിയായപ്പോഴത്തേക്കും നിഴൽ വീണ്ടും മാറി അങ്ങോട്ട് മാറ്റിയിട്ടു. എന്നാൽ ഒടുവിൽ ഒരു 12 മണിയായപ്പോഴേക്കും ഈ നിഴലില്ലാതെ പോയി. എന്താണ്? ഇന്ന് അയാൾ ഇരിക്കുന്നത് മരത്തിന്റെ ചുവട്ടിലാണ്. നിഴല് ഈ മരത്തിന്റെ ആയിരുന്നു. നിഴലിൽ ആയിരിക്കുന്നവരെല്ലാം ഒടുവിൽ പൊരുളിൽ ചെല്ലും. കർത്താവിന്റെ സ്തോത്രം. നിഴല് കണ്ട് അതിൽ ആശ്രയിച്ച് അതിൽ നിൽക്കാത്തവരൊന്നും ആ പൊരുളിൽ എത്തുകയില്ല.
ഇത് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന സത്യമാണ്. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ, സർവശക്തനായ ദൈവത്തിന്റെ നിഴൽ ഈ ഭൂമിയിൽ വീഴ്ത്തി തന്നിരിക്കുകയാണ്. ഈ നിഴലിൽ വചനം പറയുന്ന ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണ നിഴലിൽ ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു. മരണ നിഴലിൽ ഇരിക്കുന്ന ജനം പ്രകാശിച്ച് ഈ ജീവന്റെ നിഴലിൽ വന്നു. അവിടെ നിന്ന് ഇന്ന് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് വിശ്വാസികളായിട്ട് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ യാത്ര ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് അവരുടെ ജീവിതത്തിൽ പിതൃഭവനത്തെയും സ്വജനത്തെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ട് അവർ ഈ നിഴലിൽ കൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇതാ കർത്താവിന്റെ സന്നിധിയിൽ ഈ നിഴലിന്റെ പൊരുളായിരിക്കുന്ന കർത്താവിന്റെ അടുക്കൽ ദൈവത്തിന്റെ ജനമെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം വരികയാണ്. കർത്താവിന്റെ സ്തോത്രം. ഇത് സാധാരണ ഒരു മനുഷ്യന്റെ ദൃഷ്ടി എത്തുന്ന കാര്യമല്ല. ഇതാ രൂത്തിന്റെ ദൃഷ്ടി അവിടെ എത്തി. രൂത്ത് അത് കണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവില്ല. നീ എന്തിനാ പെണ്ണെ ഈ യാത്ര ചെയ്ത് നടന്നും അമ്മാവിയമ്മയുടെ കൂടെ വന്ന് അവസാനം നീ എന്ത് തീരുമാനിച്ച്? യോഗ്യമായിട്ട് ജീവിക്കാൻ നിവൃത്തിയുള്ള അവള് അവസാനം പറഞ്ഞ് ഞാൻ പെറുക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിക്ഷക്കാരെ പോലെയുള്ള ജീവിതമുള്ളവരാണ് പെറുക്കാൻ പോകുന്നത്. നീ അതിനും തയ്യാറായി. എന്താ നിന്റെ ഉദ്ദേശം? നിനക്ക് എന്ത് കിട്ടി? എന്തിനു വേണ്ടിയിട്ട്? ആർക്കും ഒന്നും പറയാനില്ല. എല്ലാവരും പോഷന്മാരെന്ന് പറഞ്ഞാലും കർത്താവിന്റെ സ്തോത്രം അവളുടെ ഹൃദയത്തിൽ ഒന്നുണ്ട്. അവൾ ഒരു നിഴൽ കണ്ടിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ആ നിഴൽ കണ്ട് അതിൽ നിന്ന് അവരെ വേർതിരിക്കാൻ സാധിക്കില്ല. മരണത്താൽ മാത്രമേ വേർതിരിക്കാൻ പറ്റുള്ളൂ എന്ന് അവളുടെ വാഗോണ്ട് പറഞ്ഞു. അങ്ങനെ അവള് കർത്താവിന്റെ വചനം പറയുന്നത് നിനക്ക് പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. കർത്താവിന്റെ സ്തോത്രം. ദൈവം പൂർണ്ണ പ്രതിഫലം നൽകി. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഓർക്കേണ്ടത്, നാളെ കർത്താവിന്റെ സന്നിധിയിൽ സ്വർഗീയ സിയോനിൽ അവകാശികളുടെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ മോവാബി സ്ത്രീയായ രൂത്തും എങ്ങനെയാണെന്നറിയാമോ? അവിടെ വരുന്ന ആരാ? പന്തിക്കിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഏതിന്? സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പഠിക്കുന്നത് പോലെ പന്തിക്കിരിക്കുന്ന ഒരു സമയമുണ്ട്. ഈ പന്തിക്കിരിക്കുമ്പോൾ ആരൊക്കെയാ വരുന്നതെന്നറിയാവോ? അബ്രഹാം, സാറ, ഇസഹാക്ക്, റിബേക്ക, പിന്നെ യാക്കോബ്, ലേയ, പിന്നെ ഇവിടെ ഇത് ബോസ് വരുക. ആര് വരുമോ? ബോസിന്റെ കൂടെ രൂത്ത്. കാരണം എന്താണെന്നറിയാമോ? മശിഹായുടെ തലമുറയെ പ്രസവിച്ചതാ. അവളാണ് മശിഹായുടെ തലമുറയിലുള്ള ഒരാളെ, ഒബേദ് എന്ന് പറയുന്ന ഇശായിയുടെ, ദാവീദിന്റെ അപ്പന്റെ അപ്പനെ പ്രസവിച്ചവളാണ് അവള്. അവൾക്ക് വെറുതെ അല്ല വരുന്നത്, അവകാശിയാണ് അവള്. അവൾ ഏത് നിലയിലെത്തി? നിനക്ക് എന്ത് പ്രതിഫലം നൽകട്ടെ? പൂർണ്ണ പ്രതിഫലം നൽകട്ടെ. പൂർണ്ണ പ്രതിഫലം അവൾ പ്രാപിച്ചു. ഇതാ ദൈവത്തിന്റെ വചനത്തിന് പ്രകാരം ഇതാ അവൾ ആ അവകാശം പ്രാപിച്ച് വിശ്രമിക്കുകയാണ്. നാളെ ദൈവത്തിന്റെ മക്കളും കൂടെ ചെല്ലാൻ സന്തോഷിപ്പാൻ. കർത്താവിന്റെ സ്തോത്രം. അത്യുന്നതനാം ദൈവത്തിൻ മറവിൽ സർവശക്തൻ നിഴലിൻ കീഴിൽ കോട്ടയായവൻ സങ്കേതമായവൻ തൻ സന്നിധിയിൽ വാസിക്കുന്നു ഞാൻ. കോട്ടയായവൻ സങ്കേതമായവൻ തൻ സന്നിധിയിൽ വാസിക്കുന്നു ഞാൻ ആശ്രയിക്കും പാറ എന്റെ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ കേടിക്കും? കർത്താവിന്റെ അഭയം. ഇടയാശ്രയൻ ക്രിസ്തു വീര്യപൂജമുള്ളോൻ കൈപിടിച്ചു നടത്തുന്നെന്നെ. ഇടയാശ്രയൻ ക്രിസ്തു വീര്യപൂജമുള്ളോൻ കൈപിടിച്ചു നടത്തുന്നെന്നെ. അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ സർവശക്തന നിഴലിൽ പാർക്കുന്ന ജനം, അവർക്ക് ഈ ലോകം വിഷയമല്ല. അവർക്ക് പിതൃപാരമ്പര്യം വിഷയമല്ല. അവർ വിട്ടുപോകുന്നതിനെ ഓർക്കുന്നില്ല. കാരണം അവരുടെ മുഖം പ്രകാശിക്കുന്നു. അവരെ മുഖത്തെ സൗന്ദര്യം കർത്താവ് ആഗ്രഹിക്കുന്നു. അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെ നിന്ന്? നിഴലിൽ കൂടി പൊരുളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നട്ടുച്ചയാകുമ്പോഴേക്കും നിഴല് ഇല്ലാതെയാകുമെന്നതുപോലെ നാളെ ഇതാ ഉദയസൂര്യൻ ഉദിക്കുന്ന ഒരു ദിവസം വരുന്നു. അന്ന് ഈ നിഴൽ പൊരുളിലേക്കുമ്പോൾ ദൈവത്തിന്റെ ജനം കർത്താവിനോട് വിശ്രമിക്കുന്ന ദിവസം വരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. ഇന്ന് കർത്താവിന്റെ വചനപ്രകാരം രൂത്ത് നമുക്ക് ഒരു മാർഗദർശിയാണ്. രൂത്ത് നമുക്ക് ഒരു ഉദാഹരണമാണ്. ദൈവത്തിന്റെ സഭ അവിടെ ചെല്ലുമ്പോൾ, എന്റെ പ്രിയെ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ,
എന്റെ പ്രിയെ ഞാൻ എന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ എന്ന് കർത്താവ് തന്റെ ജീവിതത്തിലേക്ക്, സ്വർഗീയ മണ്ഡലത്തിലേക്ക്, സ്വർഗീയ ജീവിതത്തിലേക്ക്, അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ സഭയെ പ്രവേശിപ്പിക്കുന്ന ആ ദിവസത്തെ പ്രത്യാശിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അവനിൽ പ്രത്യാശ വയ്ക്കുന്ന ഏവനും ഭാഗ്യവാൻ തന്നെയാണ്. അവനിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ വിടേണ്ടതിനെ വിടണം, വിടേണ്ടതിനെ വിടണം, ചെയ്യേണ്ടതിനെ ചെയ്യണം, പ്രത്യാശിക്കേണ്ടതിനെ പ്രത്യാശിക്കണം. 3 കാര്യങ്ങളാണ്. ഒന്ന് 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 വിടേണ്ടതിനെ വിടണം, പിന്നെ ചെയ്യേണ്ടതിനെ ചെയ്യണം, പ്രത്യാശിക്കേണ്ടതിനെ പ്രത്യാശിക്കണം. വിടേണ്ടത് ചെയ്യേണ്ടത് ചെയ്യണം. കാരണം പ്രതിഫലം നോക്കിയിട്ടല്ല. കർത്താവ് മരിച്ചതിന് ശേഷം എന്ത് ചെയ്യാനാ? പ്രതിഫലം നോക്കാതെ ദൈവത്തെ മാനിച്ച് ചെയ്ത പ്രവൃത്തി ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത് വിടേണ്ടതിനെ വിടണം. അതായത് പിതൃഭവനവും സ്വജനവും ചാർച്ചക്കാരും അങ്ങനെയുള്ളതെല്ലാം വിടണം. 3 പ്രത്യാശിക്കേണ്ടതിനെ പ്രത്യാശിക്കണം. ഇതുകൊണ്ട് ഭൗതിക നേട്ടമല്ല, പിന്നെയോ പ്രത്യാശിക്കണം. ദൈവത്തിന്റെ സർവശക്തനായ ദൈവത്തിന്റെ ഒരു നിഴൽ ഈ ഭൂമിയിലുണ്ട് എന്ന് മനസ്സിലാക്കി ആ നിഴലിനെ പ്രത്യാശിക്കണം. അതിൽ കൂടി പൊരുളിനെ പ്രത്യാശിക്കണം. അവൻ നിശ്ചയമായിട്ടും ദൈവസന്നിധിയിൽ ചെന്നെത്തും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, മുട്ടുകളെ മടക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, ധന്യമായ ഒരു ജീവിതത്തിന്റെ കർത്താവെ അനുഭവമാണ് ഞങ്ങൾ ഇന്ന് കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഗ്രഹിപ്പാൻ ഇടയായി തീർന്നത്. ദൈവമേ, കർത്താവെ, ഞങ്ങളും കർത്താവിനോട് വിളിക്കപ്പെട്ട് യാത്ര ചെയ്തവരാണ്. കർത്താവെ, ഞങ്ങൾ ചെയ്യേണ്ടതിനെ ചെയ്യാൻ, കർത്താവെ, ഞങ്ങൾ വിടേണ്ടതിനെ വിടുവാൻ, ഞങ്ങൾ പ്രത്യാശിക്കേണ്ടതിനെ പ്രത്യാശിക്കാൻ ഞങ്ങൾക്ക് വിവേകം തരണം. കർത്താവെ, നാഥ, കർത്താവെ, യേശുവെ, നിർമ്മിത കഥകളെ ആധാരമാക്കിയിട്ടല്ല, പിന്നെയോ കർത്താവെ, മഹിമകന്റെ സാക്ഷികളായി ഞങ്ങൾ ഈ യാത്ര തുടരുവാൻ, ഈ യാത്ര പൂർത്തിയാക്കുവാനും കർത്താവിൽ എത്തിച്ചേരുവാൻ ഇടയാക്കേണ്ടതിന് വേണ്ടി നാഥ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാവേ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറി ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ദൈവമേ, ഞങ്ങൾ കർത്താവിന്റെ തിരുമുഖത്തെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പുസ്തകം പ്രാർത്ഥിക്കാം.